കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ പ്രകാശനും ഭാനുമതി അമ്മയും വന്നിട്ട് കിരണിനെയും കല്യാണിയും വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. അവസാനം കിരൺ പറഞ്ഞു, അതെ ഇനി ഒരു അക്ഷരം ഇവിടെ നിന്ന് മിണ്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കർണം അടിച്ചാൻ പോയിക്കും, നിങ്ങളുടെ നെഞ്ചും കൂടി ഞാൻ തകർക്കുമെന്ന് പറയാം. അതേടാ, അങ്ങനെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല, നിന്നെ കൊണ്ടേ ഞാൻ പോവുള്ളൂ. പിന്നെ ഒരു നിമിഷം പോലും നീ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് പറയാം. ഇത് കേട്ടോണ്ടെന്നാ ദീപയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ദീപ പറഞ്ഞു, അല്ല നിങ്ങൾക്ക് കിട്ടിയതൊക്കെ പോരെ, എവിടുന്നേലും ഇച്ചിരി പൈസ ഉണ്ടായി കാണും, അതിന്റെ അഹങ്കാരത്തിന് ഇവിടെ ഒന്ന് വെല്ലുവിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇറങ്ങി പോവാൻ നോക്ക്, വെറുതെ കിരൺ മോഹന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ച് കൂട്ടാന്ന് പറയണം. പിന്നെ അവനെന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് പറയാണ്. ഈ സമയം ഭാനുമതിയും പറഞ്ഞു, കേട്ടില്ലേ പ്രകാശ് അവളുടെ അഹങ്കാരം എന്താന്ന്, അവളുടെ അഹമ്മതി കണ്ടില്ലേ? വലിയ കാശുള്ള വീട്ടിൽ വന്ന് മകളുടെ കൂടെ നിൽക്കുമ്പോഴത്തേനും അവളുടെ അഹങ്കാരം കണ്ടില്ലേ? ഇവളുടെ അഹങ്കാരത്തെ നല്ലൊരു പണി കൊടുക്കണം പ്രകാശ് എന്ന് പറയണം. കല്യാണി പറഞ്ഞു, അല്ല എന്താ അച്ഛമ്മ ഉദ്ദേശിച്ചിരിക്കുന്നേ? അതെ, ഇവൾക്ക് വേറൊന്നുമല്ല, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലേ ഇവൾക്കിടെ നല്ലത് എവിടുന്നെങ്കിലും കിട്ടുമെന്ന് പറയണം. പ്രകാശം പറഞ്ഞു, ഇത് കൂടുതൽ ഇനി എന്ത് കിട്ടാനാ, മകളുടെ വീട്ടിൽ വന്ന് അടിമപ്പണിയും ചെയ്തുകൊണ്ട് നിൽക്കുമല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ദീപ പറഞ്ഞു, അതെ ഞാൻ നിങ്ങളോട് താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അടിമപ്പണി അല്ലായിരുന്നല്ലോ ചെയ്തുകൊണ്ടിരുന്നേ, അതിനേക്കാൾ 100 ഭേദമുണ്ട്. ഇതെന്റെ മകളുടെ വീട്ടിലാ, എന്റെ സ്വന്തം വീടാ അത്, അതുപോലെ ഞാൻ കഴിയുന്നേ. അല്ല നിങ്ങളുടെ കാലം നിങ്ങളുടെ വീട്ടിൽ ഞാൻ കുറെ കാലം കഴിഞ്ഞുകൊണ്ടിരുന്നില്ലേ, അതിനേക്കാൾ 100 ഇരട്ടി ഭേദമാണോ അത്. ഞാൻ അന്തസ്സോടുകൂടി തന്നെ ഇവിടെ നിൽക്കുന്നേ, അതിന് എനിക്കൊരു അന്തസ്സുകേടും ഇല്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഭാനുമതി പറഞ്ഞു, ഓ ഇനിയിപ്പോൾ അവളുടെ അന്തസ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ഇവള് വേറെ വിവാഹം കൂടെ കഴിക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, കഴിക്കട്ടെ അങ്ങോട്ട് കഴിക്കട്ടെ അങ്ങോട്ട്, അത് മിക്കവാറും ഇവറ്റ രണ്ടാം കൂടി ഇവളെ വേറെ വിവാഹം കഴിപ്പിച്ച് വിടുമെന്നാ തോന്നുന്നത്. കിരൺ പറഞ്ഞു, അങ്ങനെ അമ്മയ്ക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതും ചെയ്യൂന്ന് പറയണം. പ്രകാശം പറഞ്ഞു, ആയിക്കോട്ടെ. ഈ സമയം ഭാനുമതിയും പറഞ്ഞു, എടാ ഇവളെപ്പോലൊരു ഭാര്യ നിന്റെ ജീവിതത്തിലേക്ക് വന്നാ നിന്റെ ഏറ്റവും വലിയ ഇത്ര നഷ്ടങ്ങൾ നിനക്കുണ്ടാകാൻ കാരണം, നീ നല്ലൊരു പെണ്ണും കിടന്ന് നല്ല സുഖമായിട്ട് ജീവിച്ച് കാണിക്കണോടാ, ഇവളുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണമെന്ന് പറയാം. പ്രകാശം പറഞ്ഞു, ഞാൻ ജീവിക്കും ഇവരുടെ മുന്നിൽ, എൻ്റെ മകനിപ്പം ജയിലിലുണ്ടല്ലോ, അവനെ ഞാൻ പുറത്തിറക്കും. പിന്നീട് ഞാൻ പറഞ്ഞിട്ട് രാജകുമാരനായിട്ട് അവനെ ഞാൻ വാഴിക്കും. നീയൊക്കെ കണ്ടു, നീക്ക് നിന്റെ കൺമുന്നിൽ കണ്ടോളാൻ പറയണം. വെല്ലുവിളിച്ചിട്ട് പ്രകാശനും ഭാനുമതിയമ്മ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്ന കല്യാണിയും കിരണും കൂടെ രൂപയുടെ ചന്ദ്രസേന്റെ അരികെ വന്നിരിക്കുകയാണ്. പിന്നീട് ചന്ദ്രസേൻ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ പ്രകാശിന്റെ ആ മനമാറ്റം കണ്ടിട്ട് അവനെ സഹായിക്കരുതെന്ന്, കാരണം അന്ന് അവൻ ജോലി ചോദിച്ചു വന്ന എന്തിനാന്ന് മോൾക്ക് മനസ്സിലായല്ലോ. രൂപ പറഞ്ഞു, ശരിയാ, അങ്ങനെ എന്തേലും വന്ന് അവന് ജോലി കൊടുത്തായിരുന്നെങ്കിൽ നമ്മുടെ കമ്പനി അവന് കുട്ടിച്ചോറാക്കി വെച്ചേരാം, അവന് ഗൂഢതന്ത്രത്തോടെ വന്നേന്ന് പറയാം. കിരൺ പറഞ്ഞു, ശരിയാ, ഇത് ഞാൻ കല്യാണിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാ. കല്യാണി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമേ, അതുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ ദുഷ്ടന് ജോലി കൊടുക്കായിരുന്നേ, അയാളെ ഞാൻ മുമ്പേ പഠിച്ച കാര്യമല്ലേന്ന് ചോദിക്കുക. ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞിട്ട്, ഒരു കാരണവശാലും അവളെ അങ്ങനെ വിശ്വസിച്ചുകൂടാ, കാരണം അന്ന് നീ ഇത്രമാത്രം സഹായിച്ച മോളെ, അവിടെ വയ്യാതെ കടന്ന സമയത്ത് നീ അല്ലേ അയാളുടെ ജീവൻ തിരികെ കൊണ്ടുവന്നേ, എന്നിട്ട് പോലും ഒരു നന്ദി ഇല്ലാത്ത ഇതുപോലെ മനുഷ്യന്മാരുണ്ടെന്ന് ചോദിക്കാം. കിരൺ പറഞ്ഞു, ഞാൻ അന്നേ ഇവളോട് പറഞ്ഞ എൻ്റെ അച്ഛാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാന്ന്, അയാളുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. രൂപ പറഞ്ഞു, പോയത് പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ ഇനി ഒരു കാര്യമുണ്ട്, ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്ത് അയാളെ ഇനി മോൾ അച്ഛനായിട്ട് അംഗീകരിച്ച് വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി അച്ഛനെന്ന് പറയുന്ന ഒരു ആള് മോൾക്കില്ലെന്ന് മോളങ്ങോട്ട് കരുതിയാൽ മതി എന്ന് പറയാം. കല്യാണം ശരിയാ അമ്മ പറഞ്ഞത്, അയാളിപ്പോൾ ഒരു ദുഷ്ടൻ, എൻ്റെ അച്ഛനാന്ന് പറയാൻ പോലും എനിക്ക് നാണക്കേടാ, അല്ലെങ്കിലും എനിക്കൊരു അച്ഛൻ്റെ ആവശ്യമില്ല, ആയ കാലത്ത് എന്നെയും എൻ്റെ ചേച്ചിനെ നോക്കിയിട്ടില്ല, എനിക്ക് എന്തിനാ അങ്ങനെ ഒരു അച്ഛൻ്റെ ആവശ്യം, എനിക്കൊരു അച്ഛൻ്റെ ലേബലും വേണ്ടാന്ന് പറയാം. പിന്നെ മോള് സൂക്ഷിക്കണം, അറിയാലോ. എന്ത് ചെയ്യാനമ്മ, ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. ഈ സമയം ചന്ദ്രസേനൻ പറഞ്ഞു, അവൻ എന്തോ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നേ, അതുകൊണ്ടായിരിക്കും. എത്ര ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാലും അതേ കാലമൊന്നും അവനിങ്ങനെ ജീവിക്കത്തില്ല, പിന്നെയും ചങ്ങനം തെങ്ങിയാലെന്ന് പറഞ്ഞ കണക്ക് വീണ്ടും അവന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും. ഇപ്പൊ കുറച്ച് എന്തോ ഇവിടുന്ന് വെച്ചിട്ട് പൈസ കിട്ടിയതിന്റെ പേരിൽ അഹങ്കാരമാ, ആ അഹങ്കാരത്തിനൊന്നും അധികം ആയുസ് ഉണ്ടാവില്ല മോളെ, മോള് ധൈര്യമായിട്ടിരിക്കുക, വീണ്ടും അവൻ കാൽച്ചൂട്ടിലേക്ക് തന്നെ വരും. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളേ, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വീണ്ടും മോള് അവനെ സഹായിക്കാനോ അച്ഛനായിട്ട് കരുതാനോ പോരുമെന്ന് പറയാം. ഇല്ലച്ചാ, ഇനി ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്യത്തില്ല, എനിക്ക് അനുഭവമായി, എനിക്ക് ഒരു അനുഭവമല്ല കുറെ അനുഭവങ്ങളുണ്ടല്ലോ, ഞാൻ പഠിച്ചേക്കുന്ന കാര്യമാണ്. അയാളെപ്പോലെ ഒരു ദുഷ്ടൻ എൻ്റെ അമ്മേനെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാം, അതിന്റെ പേരിൽ ഇപ്പോഴും അമ്മ കണ്ണീര് കുടിച്ചോണ്ടിരിക്കുക. എൻ്റെ അച്ഛനെന്ന് പറയുന്ന അയാൾക്ക് ആവശ്യം എൻ്റെ ആംഗ്ലെന്ന് പറയുന്ന അവനെയാണ്, ദുഷ്ടനെയാണ് വിക്രം. അല്ല അതുപോലെയുള്ള ആൾക്കാരൊക്കെ എൻ്റെ അച്ഛന് ചേരത്തുള്ളൂ എന്ന് പറയണം. ഈ സമയം കിരൺ പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അയാളുടെ പണിയെന്ന് വെച്ചാൽ നോക്കിപ്പോട്ടെ, നമ്മുടെ നേരെ വെല്ലുവിളിയായിട്ട് വന്നാൽ മാത്രം നമ്മൾ ഇനി എന്തേലും കാര്യത്തിൽ തീരുമാനം എടുത്താൽ മതി എന്ന് പറയണം. പിന്നീട് കാണിക്കുന്ന കാർത്തികയുടെ കാറിൽ
പ്രകാശൻ പോയിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാർത്തി പറഞ്ഞു, എനിക്ക് പ്രകാശിന് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അതെ മാഡം, ഞാൻ എങ്ങനെ ഇതിനു മുമ്പ് ജോലി ചെയ്തിടത്തൊക്കെ അവർക്കും എന്നെ ഭയങ്കര കാര്യമായിരുന്നു പറയാം. എന്നാലും പ്രകാശിനെ കണ്ടിട്ട് എനിക്ക് എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നു. അതെന്താ മാഡം അങ്ങനെ പറഞ്ഞേ? അല്ല, എനിക്ക് അച്ഛനെ സ്നേഹം ചെറുതേ നഷ്ടപ്പെട്ടാ. അച്ഛനെ കണ്ട അധികം ഓർമ്മകളൊന്നുമില്ല. പക്ഷെ പ്രകാശനെ കണ്ടപ്പോൾ എനിക്ക് അച്ഛനെ പോലെ തന്നെ തോന്നുന്നു. നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ട്വിൻസ് ആണെന്നേ പറയുള്ളൂ. ഒരു പക്ഷേങ്കിൽ എൻ്റെ അമ്മ പോലും കണ്ടിട്ടുണ്ടെങ്കിൽ പ്രകാശനെ കണ്ടാല് ഒരു പക്ഷേങ്കിൽ അമ്മയ്ക്ക് തോന്നും അമ്മയുടെ ഭർത്താവിനെ പോലെ തോന്നുന്നു പറയണം. ആണോ? ഇനിയിപ്പോൾ ഇവൾക്ക് മനസ്സ് വല്ല വേറെ പ്ലാൻ വല്ലതുണ്ടോ? തന്നെ കൊണ്ട് ഇനിയിപ്പം ഇവിടെ അമ്മേനെ വിവാഹം കഴിപ്പിക്കാൻ എങ്ങനെ? അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇഷ്ടം പോലെ പൂത്ത പണമല്ലേ ഉള്ളേ. തനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവും. അങ്ങനെ നൂറ് നൂറ് ചിന്തകളൊക്കെ പ്രകാശിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോവായിരുന്നു. ഈ സമയത്ത് പ്രകാശൻ ചോദിച്ചു, അല്ല മാഡത്തിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞില്ലോ? എന്നെ പറ്റി കൂടുതൽ അങ്ങനെയൊന്നും പറയാനൊന്നും ഇല്ല. അല്ല, പ്രകാശനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പ്രകാശിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് പിന്നെ എനിക്ക് 2 പെൺകുട്ടികളുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ചെറുക്കൻ കൊച്ചുണ്ടെന്ന് പറയണം. ആഹാ, കൊള്ളാലോ. അല്ല, ആ പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? അവരെ കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന വേണം ഭേദം. അതെന്താ അങ്ങനെ പറഞ്ഞേ? അവരൊക്കെ വലിയ നിലയിലല്ലേ ജീവിക്കുന്നേ. ഇപ്പൊ എന്നെ കാണുമ്പോൾ തന്നെ അവർക്കൊരു വെറുപ്പ് വെറുപ്പും ഒക്കെ തോന്നുന്നേ. എന്നെ അതുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ല. ഞാനൊന്നും ഇല്ലാത്തവനാണല്ലോ. അതുകൊണ്ടാണ് ഞാനും എൻ്റെ അമ്മയും കൂടെ ഈ പ്രായത്തിൽ ഇപ്പൊ ഇങ്ങനെ കഴിയണേന്നൊക്കെ പറഞ്ഞ് പ്രകാശിന്റെ കള്ളത്തരം കൂടെ തട്ടി വിടുവാണ്. ശരി, ഈ സമയം കാർത്തികയുടെ മനസ്സിലുണ്ട്, ശരിക്കും അറിയാടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. നീ നിന്റെ മക്കളോട് ചെയ്ത കാര്യങ്ങളൊക്കെ നന്നായിട്ടറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേക്കുന്നേ. ഈ എന്നോട് പോലും നീ എന്താ ചെയ്തേ? അതൊക്കെ എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ? നിനക്കൊട്ടുള്ള ഞാൻ വെച്ചിട്ടുണ്ട് പ്രകാശ. അടിയൊന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടുള്ളൂ. നീ കാർത്തികയുടെ നിന്റെ കളി ഞാൻ കാണിച്ചു തരാന്ന് പറയണം. അങ്ങനെ പിന്നീട് വീണ്ടും മുറ്റത്തേക്ക് കാറിൽ നിർത്തി കഴിഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു, പ്രകാശ ഇറങ്ങി വരാൻ പറയണം. ബാ, കുറച്ച് കഴിഞ്ഞിട്ട് പാന്ന് പറഞ്ഞ് അങ്ങോട്ട് അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ പ്രകാശൻ ഇരിക്കും പ്രകാശ എന്ന് പറയണം. പിന്നീട് പ്രകാശം ഇരുന്ന് കഴിഞ്ഞപ്പം കാർത്തി പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കുന്നോണ്ട് പ്രകാശനും വിഷമാവുമോ? എന്താ മാഡം, എന്താണെങ്കിലും ചോദിച്ചോ. അല്ല, പ്രകാശന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? മാഡത്തിന് എന്താ ആവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചു തരാന്ന് പറയാം. അല്ല, അത് ഞാൻ പ്രകാശനെ അച്ഛാന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഒരു നിമിഷം പ്രകാശനും ഞെട്ടി. സ്വന്തം മോളെ കൊണ്ട് പോലും അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല. പിന്നെ ഇവള് വേണ്ട, എന്ത് വേണ്ടാലും വിളിക്കട്ടെ, തനിക്ക് പൈസ കിട്ടുന്ന കാര്യമല്ലേ. ഒരു പക്ഷെ അങ്ങനെ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്റെ ജോലിയും കൂടെ പോകും. ഇത് കേട്ടോ പ്രകാശം പറഞ്ഞു, അതിനെന്താ മാഡം, അച്ഛാന്ന് വൈരുമായിട്ട് വിളിച്ചോളാൻ പറയാം. എനിക്കും ഇല്ല 2 പെൺകുട്ടികള്. അല്ല, ആ പെൺകുട്ടികളെ കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞില്ലോ എന്ന് പറയാം. അവരെ കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന മാഡം നല്ല. എന്താ പ്രകാശം അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല. അല്ല, ഞാൻ അച്ഛാന്ന് വിളിക്കുന്നതുകൊണ്ട് പ്രകാശന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. അന്ന് എന്നെ ഇനി മാടെന്ന് വിളിക്കണ്ടെന്ന് പറയാം. അതെന്താ? മാടെന്ന് വിളിക്കുമ്പോൾ എന്തോ ഒരു അകൽച്ച പോലെ. ഒരു പക്ഷേങ്കില് അച്ഛന്റെ മോളുടെ പ്രായമായുള്ള പ്രായമല്ലേ എനിക്കുള്ളൂ. അതുകൊണ്ട് മോളേന്നോ അല്ലെങ്കിൽ എടീന്നോ പാടീന്നോ പോടുന്ന എന്ത് വെള്ളം വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാം. പ്രകാശം അങ്ങനെ ഞാൻ വിളിക്കത്തില്ല. കാരണം എന്റെ മാടമല്ലേ, എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം. പ്രകാശന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിളിച്ചോ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം. അല്ല പ്രകാശൻ, മക്കളെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അവരൊക്കെ നല്ല നിലയിലാ. അറിയായിരിക്കും, ഇവിടുത്തെ ആർ എസ് കൺസ്ട്രക്ഷന്റെ MD എന്റെ മകള്. പക്ഷേ ഇപ്പൊ ഞങ്ങളെ കാണുന്ന ഭയങ്കര പുച്ഛമാന്ന് പറയാം. അതെന്താ പ്രകാശം അങ്ങനെ പറഞ്ഞേ? ഞാനും എൻ്റെ അമ്മയും പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന അവളുണ്ട്. അവള് എൻ്റെ മകളുടെ കൂടെ താമസിക്കുന്ന, അതേ 2ാമത്തെ മകളുടെ കൂടെ. പിന്നെ അവൾക്കാണെങ്കിൽ ജന്മന സംസാരശേഷിയൊന്നും ഇല്ലായിരുന്നു പറയണം. ഓഹോ, സംസാരശേഷി ഇല്ലാതാക്കി നീയല്ലേ പ്രകാശ? എന്നിട്ടാണ് നീ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാ മാഡം, അങ്ങനെ സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളെ തറയിലും താഴെയും വെക്കാതെ വളർത്തിക്കൊണ്ടിരുന്നേ. അറിയാവോ, അവളുടെ കഴുത്തിൽ എപ്പോഴും മണി ഉണ്ടായിരുന്നു. അതെന്താ പ്രകാശം, മണിയൊക്കെ എന്തിനാ? അല്ല, അവൾ എതിലോടെയും പോവുകയാണെങ്കിൽ, ഞങ്ങൾ കായൽക്കരയിലാണ് താമസിക്കുന്നത്, അപ്പൊ മണി അടിച്ചു കഴിയുമ്പം അവിടെ ഉണ്ടെന്നറിയാലോ. അവളുടെ അമ്മയ്ക്ക് പോലും അവളുടെ കാര്യത്തിൽ ഇത്ര ഇതില്ലായിരുന്നു. ഞാനായിരുന്നു അവളെ പൊന്നു പോലെ നോക്കിക്കൊണ്ടിരുന്നത്. അത്രയ്ക്ക് കരുതലോട് ഞാൻ അവളെ സ്നേഹിച്ചോണ്ടിരുന്നത്. അല്ല, എന്ത് പറ്റി പിന്നെ? എന്ത് പറയാനാ, അവളൊരു കോടീശ്വരനെ ഞങ്ങൾക്ക് കല്യാണം കഴിച്ചു. അതോടുകൂടി അച്ഛനെ അമ്മേനെ അവൾക്ക് വേണ്ടെന്നായി. അല്ല, അമ്മേനെ വേണം, അച്ഛനെ വല്യമ്മേനൊന്നും അവൾക്ക് വേണ്ടാതായി. അവള് നേരെ അവന്റെ കൂടെ അങ്ങോട്ട് പോയി. പിന്നീട് അവൾ എന്നെ തള്ളിപ്പറന്ന് പറയാം. അല്ല പ്രകാശന, സംസാരശേഷി ഇല്ലെന്നല്ലേ പറഞ്ഞ മകൾക്ക്, പിന്നെ എങ്ങനെയാ? അതോ എന്റെ പൊന്നു മാട, അതൊക്കെ ഒരു വലിയ കഥയാ. സംസാരശേഷി ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഉള്ളതെല്ലാം വിറ്റുപെറുക്കി അവളെ ചികിത്സിച്ചു. അവൾക്ക് സംസാരശേഷി കിട്ടിക്കഴിഞ്ഞപ്പം അവൾ എന്നെ തള്ളി പറഞ്ഞിട്ട് ഒരു പോക്കം അങ്ങോട്ട് പോയി. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പിന്നെ ഞാനങ്ങ് ക്ഷമിച്ചു. കാരണം മകളായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അത് അവളുടെ മൂത്ത ചേച്ചി അതുപോലൊക്കെ തന്നെയാ. എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. നമുക്ക് ഇച്ചിരി പൈസക്ക് ഇച്ചിരി കുറവുണ്ടായി എന്ന് പറഞ്ഞ് നമുക്ക് അഭിമാനത്തിന് ഒരു കുറവില്ല. പക്ഷെ എന്നോടൊപ്പമുള്ള എന്റെ മകൻ മാത്രം ഒപ്പമുള്ളേ. അല്ല, അവരുടെയൊക്കെ പേരെന്താ?
മൂത്തയാളുടെ പേര് കാദംബരി, രണ്ടാമത്തെ ആളുടെ കല്യാണി. ഓ, അപ്പം ചതങ്കൊച്ചിന്റെ പേര് കാർത്തികനോ മറ്റോ എന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക. കാർത്തികൻ എന്നല്ല, അവന് ഞാൻ വിക്രമാദിത്യൻ എന്ന പേരിട്ടെ. അതെന്താ ഒരു വെറൈറ്റി പേര്? അല്ല, അവന്റെ ആൺകുട്ടിയാണല്ലോ, അവൻ രാജകുമാരനെ പോലെ വളരണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അവനിട്ട പേരാ വിക്രമാദിത്യൻ. അല്ല, എന്നിട്ടിപ്പൊ അവൻ എവിടെയുണ്ടെന്ന് ചോദിക്കാം. അതൊന്നും പറയണ്ട മാഡം. ഈ കല്യാണി എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവനെ കള്ളക്കേസ് കുടുക്കിയിട്ട് ഇപ്പൊ ജയിലിലാക്കിയേക്കുക. പാവം എന്റെ മോനെ അവിടെ കിടന്ന് പെടാപ്പാട് വിടുക. അല്ല, അതിനെക്കുറിച്ചൊന്നും ഇതിനു മുമ്പ് പ്രകാശം പറഞ്ഞിട്ടില്ല. അതൊക്കെ എന്ത് പറയാനാ മാഡം? എനിക്കൊരാഗ്രഹമുള്ളൂ, എന്റെ മോനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറക്കണം. ഇനി എനിക്ക് എന്റെ ഭാവിയിൽ താങ്ങും തള്ളുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ എന്റെ കൂട്ടായിട്ട്. അതുകൊണ്ട് എന്റെ ആഗ്രഹം അതാന്ന് പറയണേ. ഈ സമയം കാർത്തിക മനസ്സിൽ പറഞ്ഞു, അതേടാ, നീ ഈ പറയുന്ന കള്ളത്തരങ്ങളെല്ലാം ഞാൻ വിശ്വസിച്ചെന്ന് നിന്റെ മനസ്സിൽ വിശ്വാസം കാണുമായിരിക്കും. അതൊക്കെ പക്ഷെ വെറുതെയാടാ. എനിക്ക് നിന്നെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പ്രകാശ് ചോദിച്ചു, അല്ല മാഡം എന്താ ആലോചിക്കുന്നത്? മാഡെന്ന് പറയാതെ, സോറി, അല്ല മോളെന്താ ആലോചിക്കണേ? അല്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നേ, കല്യാണിയെ കുറിച്ചൊക്കെ. ഇപ്പം മോൾക്ക് മനസ്സിലായല്ലോ എന്റെ പെൺമക്കള് എത്രമാത്രം ദുഷ്ടാളാന്നുള്ള കാര്യം. ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടെന്ന് പറയാണ്. അതെ, ഇനിയിപ്പം പ്രകാശന ഇനിയിപ്പൊ അച്ഛൻ വിഷമിക്കണ്ട കേട്ടോ. അല്ല, അച്ഛന്റെ അമ്മ എവിടെ ഇല്ലേ വീട്ടിൽ നിന്ന് വെക്കണം? എന്ത് പറയാനാ, പാവം എന്റെ അമ്മ. എന്റെ അമ്മേനെ ആണെങ്കിൽ അവൾക്ക് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു. അവളുടെ അമ്മേനെ കൊണ്ടുപോയ സമയത്ത് എന്നോട് പറഞ്ഞു, അച്ഛനും കൂടെ പോരെ. പക്ഷേങ്കിൽ അമ്മൂമ്മേനെ കൊണ്ടുവരാൻ പറ്റില്ല, അമ്മൂമ്മയുടെ വല്ല അനാഥാലയത്തിലും കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. എന്നിട്ടോ എനിക്ക് അങ്ങനെ കൊണ്ടുപോയി വിടാൻ പറ്റുമോ? എന്റെ അമ്മയായിപ്പോയില്ലേ. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ എന്റെ അമ്മയുടെ കൂടെ നിന്നോളാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ കൊണ്ടാതെ അവളുടെ അമ്മേനെ കൊണ്ടുപോയത്. പാവം എന്റെ അമ്മ എന്നോട് പറഞ്ഞ, നീ പൊക്കോ പ്രകാശ, നിന്റെ മാളുടെ കൂടെയല്ലേ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാന്ന്. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ അതുകൊണ്ട് എന്റെ അമ്മേനെ അനാഥാലയത്തിലൊന്നും വിടാതെ എന്റെ കൂടെ തന്നെ നിർത്തിയെന്ന് പറയാം. അച്ഛനെ മനസ്സിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയാം. ഈ സമയത്ത് ചോദിച്ചു, അല്ല ഇപ്പൊ അച്ഛമ്മ വീട്ടിലുണ്ടോന്ന് ചോദിക്കുക. അച്ഛമ്മയോ? അല്ല, ഞാന് അച്ഛാന്നല്ലേ വിളിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് അമ്മൂമ്മേന്ന് എനിക്ക് വിളിക്കാലോ എന്ന് പറയണം. ഓ, വീട്ടിലുണ്ടെന്ന് പറയണം. അന്നെങ്കിൽ അവരെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരാമെന്ന് ചോദിക്കും. ഇങ്ങോട്ട് കൊണ്ടുവരാം? അതെ, ഇവിടെ കൊണ്ടുവന്നാ ഞാൻ എന്റെ അമ്മൂമ്മേനെ പോലെ ഞാൻ നോക്കിക്കോളാം. എനിക്കാണെങ്കിൽ അമ്മൂമ്മയൊന്നുമില്ല, ആകെപ്പാടെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പം ഒരു അമ്മൂമ്മയുടെ സ്നേഹം കൊടുത്ത് ഞാൻ നോക്കുന്നതിൽ പ്രകാശന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കാം. അല്ല, പ്രകാശന് അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കാൻ. അത് ഞാനൊന്ന് അമ്മയോട് ആലോചിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി ആയിരിക്കും കിട്ടേണ്ടേ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. ശരിയെന്ന് പറഞ്ഞ് പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം കാർത്തിക മനസ്സിൽ പറഞ്ഞു, നീ പോയി കൂട്ടിക്കൊണ്ട് വാടാ, എല്ലാവർക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട്. ഇഞ്ചിഞ്ചായിട്ട് നിന്നെയൊക്കെ കൊല്ലും. അവസാനവും നീയൊക്കെ അറിയുള്ളൂ ഞാൻ ആരാന്ന്, എന്റെ ഉദ്ദേശലക്ഷ്യം എന്തായിരുന്നൊക്കെ. അപ്പത്തേനും നിന്റെയൊക്കെ ജീവൻ തീർന്നിരിക്കും. ഈ കാർത്തികയുടെ നിന്റെയൊക്കെ കളി എന്ന് കാർത്തിക മനസ്സിൽ പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.